നീണ്ട 26 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സിനിമയിലെ രണ്ട് സൂപ്പർ താരങ്ങൾ ഒന്നിക്കുന്നു. അതും രജനീകാന്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കാലാ കരികാലനിൽ. ചിത്രത്തിൽ മമ്മൂട്ടിയും എത്തുന്നു എന്നതാണ് പുതിയ വാർത്തകൾ. 1991 പുറത്തിറങ്ങിയ മണിരത്നം ചിത്രം ദളപതിയിലായിരുന്നു ഇരുവരും അവസാനമായിട്ട് ഒരുമിച്ച് അഭിനയിച്ചത്. ചിത്രം എക്കാലത്തെയും മികച്ച വിജയമായിരുന്നു. പുതിയ ചിത്രത്തിൽ രജനീകാന്തിനൊപ്പം മമ്മൂട്ടി എത്തുന്നതായി നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ചിത്രത്തെക്കുറിച്ചോ കഥാപാത്രത്തെക്കുറിച്ചോ ഉള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രജനീകാന്തിനെ നായകനാക്കി രഞ്ജിത്ത് ഒരുക്കുന്ന കാലാ കരികാലനിൽ മമ്മൂട്ടിയും എത്തുന്നു എന്നതാണ് പുതിയ വിവരങ്ങൾ. രജനീകാന്ത് നായകനായെത്തുന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്ക് ഒരു ചരിത്ര പുരുഷന്റെ വേഷമാണ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിന്റെ വേഷമാണ് മമ്മൂട്ടിക്ക്. അംബേദ്കറായി മുമ്പും മമ്മൂട്ടി വെള്ളിത്തിരയിൽ എത്തിയിട്ടുണ്ട്. അന്ന് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു. കബാലിക്ക് ശേഷം രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന കാലാ കരികാലനിലാണ് മമ്മൂട്ടിയും എത്തുന്നത്. മമ്മൂട്ടിക്ക് പ്രാധാന്യമുള്ള അതിഥി വേഷമാണ് ചിത്രത്തിൽ ഗാങ്സ്റ്ററുടെ വേഷത്തിലാണ് രജനി. സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ ആഴ്ച മുംബൈയിൽ ആരംഭിച്ചു കഴിഞ്ഞു. കബാലിക്ക് ശേഷം തിയേറ്ററിലെത്തുന്ന കാലാ കരികാലൻ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. മമ്മൂട്ടി രജനി കൂട്ടുകെട്ടിലിറങ്ങിയ ദളപതി വൻ ഹിറ്റായിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും വൻ വിജയമായി മാറിയ ദളപതിയുടെ വിജയം പുതിയ ചിത്രത്തിലും ആവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടിക്ക് തന്റെ കരിയറിൽ ഒരു 100 കോടി ചിത്രത്തിലെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതേസമയം മോഹൻലാലിന് 2 ചിത്രങ്ങൾ 100 കോടി ക്ലബിലുണ്ട്. തെലുങ്ക് ചിത്രത്തിലൂടെയായിരുന്നു മോഹൻലാലിന്റെ ആദ്യ 100 കോടി. മമ്മൂട്ടിക്ക് തമിഴ് ചിത്രത്തിലൂടെ 100 കോടി ക്ലബ് അംഗത്വം നേടാനാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരെല്ലാവരും. കാലാ കരികാലയിൽ ഹാജി മസ്താനും മുംബൈ അധോലോകവും പ്രമേയമാകുന്നു എന്നായിരുന്നു നേരത്തെ വാർത്തകൾ. പക്ഷേ മസ്താൻ കുടുംബം ഇതിനെതിരെ രംഗത്തെത്തിയതോടെ വാർത്തകൾ അണിയറ പ്രവർത്തകർ നിഷേധിച്ചു. ഇത്തരത്തിലൊരു പ്രോജക്ട് ആലോചനയിലേ ഇല്ലെന്നായിരുന്നു അന്ന് പറഞ്ഞത്. രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ചർച്ചയായി നിൽക്കുന്ന സമയത്താണ് കാലയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവരുന്നത്. ശിവന്റെ പര്യായമായ കാല എന്ന പേര് നൽകിയതിന് പിന്നിൽ രാഷ്ട്രീയ സൂചനകൾ ഉണ്ടെന്നും സംസാരമുണ്ട്. കാലയിൽ ഹുമ ഖുറേഷി നായികയായി എത്തുമെന്നാണ് പുതിയ വിവരങ്ങൾ. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുമ്പോൾ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ച ചിത്രമാണ് കാലാ കരികാലൻ. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നതിന് പിന്നാലെ മഹീന്ദ്ര കമ്പനി ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര ആ ജീപ്പ് തനിക്ക് തരുമോ എന്ന ആവശ്യമായിട്ട് രംഗത്തെത്തിയിരുന്നു. ട്വിറ്ററിലൂടെയാണ് ആനന്ദ് തന്റെ ആവശ്യം അറിയിച്ചത്. ആനന്ദ് ശർമ്മയുടെ ട്വീറ്റിന് ധനുഷ് മറുപടിയും നൽകി. ഇപ്പോൾ സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണെന്നും ചിത്രീകരണം പൂർത്തിയായാൽ ജീപ്പ് ആനന്ദ് ശർമ്മയ്ക്ക് നൽകാമെന്നും ധനുഷ് അറിയിച്ചു. വണ്ടർബാർ ഫിലിംസിന്റെ ബാനറിൽ ധനുഷാണ് ചിത്രം നിർമ്മിക്കുന്നത്.